സ്റ്റേക്കേഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പം മുതിർന്നവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്റ്റേക്കേഷൻ. നമ്മുടെ ജോലി തിരക്കുകളും അല്ലാത്ത ടെൻഷൻസും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് ഈ സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ചിലപ്പോൾ ഹിൽ സ്റ്റേഷനിലുള്ളാവാം, അല്ലെങ്കിൽ ഒരു ബീച്ച് റിസോർട്ടാവാം, ലേക്ക് റിസോർട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേറെ നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്താവാം, നമുക്കിഷ്ടമുള്ളൊരു സിറ്റിയിലായിരിക്കാം നമുക്ക് സ്റ്റേക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടും ബാക്കി ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബഡ്ജറ്റ് ഒരു പ്രശ്നമായിട്ട് വരും, ഡേറ്റ് ഒരു പ്രശ്നമായിട്ട് വരും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരു Q&A സെഷൻ പോലെ. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പല ടൈമിൽ വെക്കേഷൻസിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഓണ അവധിക്കായിരിക്കും, ചിലപ്പോൾ ക്രിസ്മസ് അവധിക്കായിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് സാറ്റർഡേസിലോ, എല്ലാ മന്ത്സിലും സെക്കൻഡ് സാറ്റർഡേസിലോ, അല്ലെങ്കിൽ വേറെ ഒരു സാറ്റർഡേ സൺഡേയോ, അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സോ അങ്ങനെ ചേർത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ റിസോർട്ടുകൾ ഉണ്ടാകണമെന്നില്ല. നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈം ചിലപ്പോൾ ഈ ഓണത്തിന് 2 ദിവസം മുന്നെയോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുക. സാധാരണഗതിയിൽ ക്രിസ്മസ് അവധി ആയിക്കോട്ടെ, ന്യൂ ഇയർ അവധി ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ ആ സമയത്തേക്കുള്ള ബുക്കിംഗ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ സൈറ്റ്സുകളെല്ലാം അത് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് റൂംസ് കിട്ടാൻ വഴിയുണ്ടാവില്ല. ഇനി റൂംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് നല്ല റേറ്റുമായിരിക്കും. കാര്യം ഓണത്തിൻ്റെ അവധി അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അവധിക്കൊക്കെ മിക്ക റിസോർട്ടുകളും റേറ്റ് ഹൈക്ക് ചെയ്യാറുണ്ട്. ക്രിസ്മസിൻ്റെ അവധിക്ക് പ്രത്യേകിച്ചും, ക്രിസ്മസ് ടു ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമിൽ ബേസിക്കലി വരുന്നത് ഡിസംബർ 20 മുതൽ ജാനുവരി 5 വരെയാണ് മിക്ക റിസോർട്ടുകളിലും ഈ പ്രൈസ് ഹൈക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു റിസോർട്ടിൽ ഒരു കാറ്റഗറി റൂംസിന് ചിലപ്പോൾ 5000 ആയിരിക്കും റേറ്റ് വരിക. അവിടുത്തെ നോർമൽ സീസണിലെ ടൈം വരുന്നത് 5000 ആയിരിക്കും. ഇനി സീസണിൽ അവർ ചിലപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 ഒക്കെ ഹൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സെയിം കാറ്റഗറി റൂംസിന് 7000 അല്ലെങ്കിൽ 8000 അല്ലെങ്കിൽ 6000 ഈ ഒരു റേഞ്ചിലൊക്കെ പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അത് മുൻകൂട്ടി കണ്ട് തന്നെ ബുക്ക് ചെയ്യുക. ഇനി അല്ലാത്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഈ വീക്കെൻഡ്സിലായിരിക്കും, സാറ്റർഡേ സൺഡേ. മിക്കവരും ബുക്ക് ചെയ്യുന്നത് സാറ്റർഡേ ചെക്ക് ഇൻ ചെയ്തിട്ട് സൺഡേ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാര്യം ജോലിയുള്ളവർക്കും അല്ലെങ്കിൽ സ്കൂളുള്ളവർക്കൊക്കെ ഇതായിരിക്കും സൗകര്യമായിട്ടുള്ള ഒരു ദിവസം വരിക. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 ആഴ്ച മുന്നെയോ അല്ലെങ്കിൽ 1 മാസം മുന്നെയോ 2 മാസം മുന്നെയോ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് ഇതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസോർട്ട് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വെക്കേഷന് പുറത്ത് പോകുന്ന പ്ലാൻ ചെയ്യുന്നത് ഒരു 2 മാസം മുന്നെങ്കിലും ചെയ്യാൻ നോക്കുക. ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കൊരു ബഡ്ജറ്റ് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കാൻ നോക്കുക. ഒരു 5000 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 6000 ആണ് റൂമിന് റേറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൈസ് നിങ്ങൾ സേവ് ചെയ്യാൻ വെച്ചേക്കുക. കാര്യം നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. നിങ്ങൾ ഇതിനേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസോർട്ടിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റിസോർട്ട് നിങ്ങളുടെ ആ ടൈമിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഒരു വർഷം മെയിനായിട്ട് നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോളോ ആയിട്ട് നമുക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യാറുണ്ട്, നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ സോളോ ട്രിപ്പിൽ മിക്കതും കണ്ടേക്കുന്നത് ട്രക്കിങ് അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാനോ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ സ്റ്റേ നോക്കുന്നത്. ഫാമിലി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ മാക്സിമം ഫാമിലി റിസോർട്ട്സിൽ പോയി എൻജോയ് ചെയ്യാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലർ ബാച്ചിലേഴ്സും ഫാമിലിയായിട്ട് മിക്സ് ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സഹിച്ചൊന്നും വരത്തില്ല. സോ നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള തന്നെ റിസോർട്ടുകളിലേക്ക് നോക്കാൻ നോക്കുക. ഇനി അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സഡ് ആയിട്ടുള്ള റിസോർട്ടുകളിലേക്ക് പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ചും ആയിരിക്കണം അത് ചെയ്യേണ്ടത്. മെയിനായിട്ട് വരുന്നത് ബഡ്ജറ്റ് സ്റ്റേകളുണ്ടാവും, ബഡ്ജറ്റ് റിസോർട്ടുകളുണ്ടാവും, പിന്നെ ഒരു മീഡിയം ബഡ്ജറ്റായിട്ടുള്ള റിസോർട്ടുകളുണ്ടാവും, പിന്നെ ലക്ഷറി റിസോർട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഇതെല്ലാം കൂടിയായിട്ടുള്ളൊരു റിസോർട്ടുകളുണ്ടാവും പല കാറ്റഗറിയിലായിട്ട്. നിങ്ങൾക്ക് ലക്ഷറി റൂം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, സ്യൂട്ട് റൂംസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി അതെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറി ഉണ്ടാവും, അതെടുക്കാം. പിന്നെ വ്യൂ കൂടുതലുള്ള കാറ്റഗറീസ് ഉണ്ടാവും.
ചിലപ്പോൾ പൂൾ വില്ലകളുണ്ടാവാം, പിന്നെ അല്ലാതെ ഇനി ഹോം സ്റ്റേസ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം സ്റ്റേസ് എടുക്കാം. പിന്നെ ബാച്ചിലേഴ്സിൻ്റെ വലിയൊരു ഗ്രൂപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മിക്ക റിസോർട്ടുകളിലും ഇപ്പോൾ ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. ലക്ഷറി ആയിട്ടുള്ള ഡോർമെറ്ററീസ് ഉണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ടുള്ള ഡോർമെറ്ററീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ കാറ്റഗറി ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക റിസോർട്ടുകളിലും പൂൾ വില്ലേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് തന്നെ പല അമ്യൂണിറ്റീസും കൂടുതലായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പൂൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂൾ എൻജോയ് ചെയ്യാം. ചില റിസോർട്ടുകളിൽ പൂൾ വില്ലേഴ്സിൽ തന്നെ 2 റൂമായിട്ടുണ്ടാവും, 2 റൂംസ് അടുപ്പിച്ച് വരുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ടാവും. നിങ്ങളൊരു 2 ഫാമിലിയൊക്കെയാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൂൾ വില്ല നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം, 2 റൂമിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ ബഡ്ജറ്റ് ഷെയർ ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് പൂൾ വില്ല ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റിസോർട്ട് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, booking.com എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റുകളുണ്ട്, മേക്ക് മൈ ട്രിപ്പ്, ട്രിവാഗോ, ഗോഐബിബോ, അങ്ങനെ പല സൈറ്റുകളുണ്ട്. സോ അതിൻ്റെ ആപ്പിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ട്രാവൽ ഏജൻസിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ട്രാവൽ ഏജൻറ്റുകളുണ്ടാവും, ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ട്രസ്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതായിട്ടുള്ള ട്രാവൽ ഏജൻസീസുകളുണ്ട്. സോ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്റ്റിൽ ഇഷ്ടംപോലെ തന്നെ റിസോർട്ടുകളുണ്ടാവും. ചിലർ മൂന്നാർ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ വയനാട് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവും, ഒരു ഏരിയ മാത്രം വെച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നവരുണ്ടാവും. സോ നമ്മളൊരു ട്രാവൽ ഏജൻ്റാണ്. നിങ്ങൾക്ക് ഏത് തരം റിസോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്യാം. സോ നമ്മളൊരു ട്രാവൽ ഏജൻ്റാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഏത് തരം സ്റ്റേ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അവിടുത്തെ അവൈലബിലിറ്റിയും നിങ്ങളുടെ പ്രൈസിങ്ങും അനുസരിച്ച് ഇരിക്കും അത്. നമുക്ക് ഇപ്പോൾ ലോ ബഡ്ജറ്റ് സ്റ്റേസും ഉണ്ട്, ഒരു മിഡിൽ ബഡ്ജറ്റ് സ്റ്റേസും ഉണ്ട്, ലക്ഷറി റിസോർട്ടുകളുണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് പൂൾ വില്ല വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ടാവും. സോ നിങ്ങൾക്ക് എന്ത് ബുക്കിങ്ങിന് വേണ്ടിയിട്ടും നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മളെ മാത്രമല്ല, പല ട്രാവൽ ഏജൻസീസും ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ചിലപ്പോൾ അവരുടെ റേറ്റും നമ്മുടെ റേറ്റും നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ 500 അല്ലെങ്കിൽ 1000 ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മുടെ സർവീസിൻ്റെ ഒരു ഭാഗം കൂടെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 500 നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു സർവീസും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചാൻസ് ഉണ്ടാവും. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ റിസോർട്ടിന് റേറ്റ് കൂടുതലല്ലേ, നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ റേറ്റ് കൂടുതലല്ലേ എന്നുള്ളത്. ഇങ്ങനെ ചോദിക്കുന്നവർ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല യൂട്യൂബ് വീഡിയോസിനോ, പണ്ട് കണ്ട യൂട്യൂബ് വീഡിയോസിനോ അല്ലെങ്കിൽ കാണുന്ന റീൽസിനോ അല്ലെങ്കിൽ ഷോർട്സിലോ കണ്ട ഒരു റേറ്റ് വെച്ചിട്ടായിരിക്കും എല്ലാവരും അത് ചോദിക്കുന്നത്. ചിലപ്പോൾ 3 വർഷം മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോയിൽ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അന്ന് ആ റൂമിന് 5000 എല്ലാം ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോൾ എങ്ങനെയാണ് 7000 ആയെന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാനേജ്മെൻറ്റ് മാറുമ്പോൾ, ഓരോ റിസോർട്ടുകളിലെ മാനേജ്മെൻറ്റ് മാറുമ്പോൾ തന്നെ ഇവർ പ്രൈസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ചിലർ പ്രൈസ് ചേഞ്ച് ചെയ്യാറില്ല, സ്റ്റിൽ ആ ഒരു ഇതിൽ തന്നെ പാറ്റേണിൽ തന്നെ പോകാറുണ്ട്. പക്ഷേ മിക്ക റിസോർട്ടുകളും തന്നെ ഇതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂട്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ റേറ്റ് ഡിഫറൻസ് വരുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ റിസോർട്ടുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ റേറ്റ് തന്നെ ആയിരിക്കും പറയുക. നമ്മുടെ അടുത്ത് നിന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും നിങ്ങൾ നേരിട്ട് റിസോർട്ടുകളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത്. പ്ലസ് GST എല്ലാം കൂടെ അടക്കമായിരിക്കും അവർ പറയുന്നത്. നമ്മളും GST അടക്കമാണ് പറയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇവർക്ക് എപ്പോഴും ബുക്കിംഗ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ റേറ്റ് കുറച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് ട്രാവൽ ഏജൻറ്റ് ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓഫർ. മാക്സിമം നമ്മൾ റേറ്റ് പറയുമ്പോൾ 2 പേർക്കുള്ള റേറ്റാണ് നമ്മൾ മിക്കപ്പോഴും പറയുക. ഒരു റൂമിൽ 2 പേര് എന്നുള്ള രീതിയിൽ വെച്ചിട്ട്, ഒരു റൂമിൽ 2 പേരെന്നുള്ള ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ റൂമിൻ്റെ റേറ്റ് പറയുക. മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് 2+1 = 3 അഡൾട്ട്സിനെയാണ് മാക്സിമം ഒരു റൂമിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. അത് എല്ലാ നല്ല റിസോർട്ടുകളിലും അല്ലെങ്കിൽ ഭൂരിഭാഗം എല്ലാ റിസോർട്ടുകളിലും തന്നെ ഈ ഒരു രീതിയിലായിരിക്കും പോവുക. മാക്സിമം 3 അഡൾട്ട്സ്.
ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരുന്ന 2 അഡൾട്ട്സും പിന്നെ 2 കുട്ടികളും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കുട്ടികളെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കിടാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടികളായിരിക്കും വരുന്നത് 2 അഡൾട്ട്സിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ആ ഒറ്റ റൂമിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 റൂം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇനി അതല്ല ഒരു റൂമിൽ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി അതല്ല റൂമിൽ 6 പേര് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ 5 പേരും അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക റിസോർട്ടുകളും തന്നെ സമ്മതിക്കത്തില്ല. സമ്മതിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം പേരും സമ്മതിക്കാറില്ല. ഇങ്ങനെയാണ് റിസോർട്ടിൻ്റെ റൂൾസ് വരുന്നത്. സോ എല്ലാവരും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അടുത്ത എല്ലാവരും ചോദിക്കുന്നതാണ് ലോ ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് പൂള് വേണം, വ്യൂ വേണം, റൂംസിന് നല്ല സൗകര്യം ഉണ്ടായിരിക്കണം, സർവീസ് അടിപൊളിയായിരിക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ചിലപ്പോൾ റിസോർട്ടുകളിൽ നിങ്ങൾക്ക് പൂളും നിങ്ങൾക്കൊക്കെ അവൈലബിൾ ആയിരിക്കാം. പക്ഷേ ലോ ബഡ്ജറ്റ് സ്റ്റേസ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ തന്നെ നമ്മളോട് കംപ്ലയിൻറ്റ് പറയും. കംപ്ലയിൻറ്റ് ഫ്രീ ആക്കി നമ്മൾ ഒരു ഗസ്റ്റിനെ കംഫർട്ടാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതുകൊണ്ടാണ് നമ്മൾ ലോ ബഡ്ജറ്റ് സ്റ്റേസ് എടുക്കാത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ലോ ബഡ്ജറ്റായിട്ടുള്ള സ്റ്റേസ് ഉണ്ടാവും. പക്ഷേ ഇതാണ് കാര്യം, സർവീസ് ചിലപ്പോൾ മോശമായിരിക്കും. എല്ലാ റിസോർട്ടിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ചില റിസോർട്ടുകളിൽ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് സ്റ്റേസ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്മുടെ കസ്റ്റമറിനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും നമ്മൾ വിടുക. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവുള്ളൂ. ചിലപ്പോൾ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അവിടെ അങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, വ്യൂ ഉണ്ടാവും, നല്ല സർവീസാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇതുണ്ടാവത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നമ്മളോട് ചോദിക്കുള്ളൂ. നമ്മൾ ആ റിസോർട്ടിൽ പോയി ചോദിക്കത്തില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാവൽ ഏജൻറ്റുകളോ അല്ലെങ്കിൽ ആ ബുക്കിംഗ് സൈറ്റുകളൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. സോ അതുകൊണ്ട് ആണ് നമ്മൾ ലോ ബഡ്ജറ്റ് ചെയ്ത് കൂടുതലും പ്രൊമോട്ട് ചെയ്യാത്തത്. ഈ ഫോട്ടോസ് എടുക്കുന്നത് ഒരു ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരി ഡിസംബർ ആ സമയത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ സമ്മറിലായിരിക്കും. അന്നത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ആയിരിക്കില്ല ആ മെയ് ജൂൺ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ ഉണ്ടാവുക. അന്ന് ചിലപ്പോൾ പച്ചപ്പുള്ള റിസോർട്ടുകളായിരിക്കും, അല്ലെങ്കിൽ പച്ചപ്പുള്ള ഒരു ടെറൈനായിരിക്കും. അന്ന് നിങ്ങൾ സമ്മറിൽ വന്നു കഴിയുമ്പോൾ അത് ഫുള്ള് യെല്ലോ കളറിലായിരിക്കും. അത് ഓരോ ടെറൈൻ്റെയും അല്ലെങ്കിൽ ഓരോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ഭാഗമായിട്ടായിരിക്കും. ഇനി ചിലപ്പോൾ ഈ റിസോർട്ട് തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ ഇത് ഇനോഗ്രേഷൻ ചെയ്ത ആ ടൈമിലൊക്കെ എടുത്ത ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചില റിസോർട്ടുകൾ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്, ചിലത് മെയിൻ്റനൻസ് ചെയ്യാറില്ല, തീരെ മെയിൻ്റനൻസ് ചെയ്യാറില്ല. സോ അങ്ങനെയും ഈ ഫോട്ടോസ് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ മിക്ക റിസോർട്ടുകളും അത് മെയിൻറ്റെയിൻ ചെയ്ത് വരാറുണ്ട്. നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസോർട്ടുകളാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ റിസോർട്ടിൽ ഇതുവരെ നമ്മൾ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പം ഗസ്റ്റുകൾ ആ റിസോർട്ട് തന്നെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് കാര്യം പറഞ്ഞു കൊടുക്കും. ഇന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലേ എന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുക. സോ എനിക്കതിൻ്റെ അകത്ത് പറയാനുള്ള മറുപടി, നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസോർട്ടുകളിൽ വരുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി റിസോർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പല കാറ്റഗറീസിലായിട്ട് പല ഗസ്റ്റുകളും ഉണ്ടാവും. ചിലർക്ക് മദ്യപിക്കുന്ന കുഴപ്പമില്ലായിരിക്കാം, ചിലർ മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ റിസോർട്ടിൽ വരുന്നത് തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ നിങ്ങൾ റൂമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിക്കർ യൂസ് ചെയ്യാം. നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ പുറത്തുള്ള പബ്ലിക് ഏരിയാസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയാസിൽ വന്നിട്ട് നിങ്ങൾ ലിക്കർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിക് പൂളിൽ നിന്നിട്ട് നിങ്ങൾ ലിക്കർ യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര മോശമാണ്. നിങ്ങളത് ചെയ്യാതിരിക്കുക. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ഇപ്പോൾ റിസോർട്ടുകാർ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക പൂൾ സൈഡിലൊന്നും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. പൂൾ ഇൻസ്ട്രക്ഷൻസിൽ മെയിനായിട്ടും ഉണ്ടാവും ഡൈവ് ചെയ്യരുത്, ലിക്കർ ഉപയോഗിച്ചിട്ട് പൂളിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂളിനും അത് ഡാമേജ് ഉണ്ടാക്കും, നിങ്ങൾക്കും അത് ഡാമേജ് ഉണ്ടാക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലെവൽ തെറ്റി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. ആ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പൂൾ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാൻ പറയുന്നത്.
റൂം ക്യാൻസൽ ചെയ്യണത് ഓരോ റിസോർട്ടുകൾക്കും ഓരോ പോളിസീസാണ് ഉണ്ടാവുക. ചില ട്രാവൽ ഏജൻസിക്കും അല്ലെങ്കിൽ ട്രാവൽ ബുക്കിംഗ് സൈറ്റ്സിനും ഇതേപോലെ തന്നെ പോളിസീസ് ഉണ്ടാവാം. ചിലർ ഒരു ബുക്കിങ്ങിന് ഒരാഴ്ച മുന്നേ ഉള്ള സമയത്തേക്ക് അവർ ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് വരാം, വിത്ത് ഫുൾ റീഫണ്ടോടുകൂടി ക്യാൻസൽ ചെയ്ത് വരാം. ചിലർ 2 ആഴ്ചയ്ക്ക് മുന്നേ അത് ചെയ്യണമെന്ന് പറയും. അതൊക്കെ ഓരോ റിസോർട്ടുകളുടെ പോളിസീസ് പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുന്നത് ഓരോ റിസോർട്ടിൻ്റെയും പോളിസീസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിസോർട്ട് 1-ന് ഒരാഴ്ചയ്ക്ക് മുന്നേ അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു തരാം. ചില റിസോർട്ട് 2 ഫോർ എക്സാമ്പിൾ റിസോർട്ട് 2-ന് വേറൊരു പോളിസി ആയിരിക്കും. 2 ആഴ്ച മുന്നേ ഉള്ള ക്യാൻസലേഷൻ വരെ അവർ ഫുൾ എമൗണ്ട് അവർ കൊടുക്കത്തുള്ളൂ. ചിലപ്പോൾ 50% ആയിരിക്കും അതിൻ്റെ കൊടുക്കുന്നത്. അങ്ങനെ പല പോളിസീസ് ആയിരിക്കും പല റിസോർട്ടുകൾക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് ഒരു നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ ഒരു ഹർത്താലൊക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഫുൾ എമൗണ്ട് ചിലപ്പോൾ റീഫണ്ട് ചെയ്ത് തരാറുണ്ട്. അതും ഓരോ റിസോർട്ടിൻ്റെ പോളിസീസ് അനുസരിച്ചായിരിക്കും അത് വരിക. അങ്ങനത്തെ കേസുകളിൽ മിക്കപ്പോഴും ഫുൾ എമൗണ്ട് തന്നെ ഇവർ റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഇനിയും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നറിയാം. സോ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അതിനായിട്ടുള്ള റിപ്ലൈ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. സോ ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.